ഹലോ കൂട്ടുകാരെ, ബാൾസം നിറയെ പൂവിടാനില്ലേ, നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിറയെ പൂവുണ്ടാവും. ഹൈബ്രിഡ് ബാൾസം, മൾട്ടിപെറ്റൽ ബാൾസമൊക്കെ ബുഷിയായി നമുക്ക് നിർത്താം, പ്രൂണിങ് ചെയ്ത് കേട്ടോ. ഹൈബ്രിഡ് ചൈനീസ് ബാൾസം എനിക്ക് 2 ഉണ്ട്. ഡബിൾ പെറ്റുള്ള 2 ഉണ്ട്. ബാക്കി ഹൈബ്രിഡ് ചൈനീസ് ബാൾസം ഉണ്ട്. അങ്ങനെ 7 കളർ ബാൾസം ഉണ്ട്. അത് ഞാൻ കാണിക്കാം ഈ വീഡിയോയിലെ. നല്ല മൾട്ടിപെറ്റൽ ഹൈബ്രിഡ് 2. പിന്നെ ചൈനീസ് ബാൾസം 5. അങ്ങനെ 7 കളറുണ്ട്. നല്ല രസം, റോസപ്പൂ പോലെ. വളമൊക്കെ പറയാതെ സ്പ്രേ ചെയ്യുന്നതും കേടുമാറാനേ ഏതെല്ലാം തരത്തിൽ വേര് പിടിപ്പിക്കാമെന്നൊക്കെ നമുക്ക് നോക്കാവേ. വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കാം, ചരിച്ച് നട്ട് വേര് പിടിപ്പിക്കാം, തലപ്പ് നട്ട് വേര് പിടിപ്പിക്കാം. മഴയത്ത് വളം അധികം കൊടുക്കുകയില്ല, സ്പ്രേ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ. തുരുതുരാ പൂവിടും, നല്ലൊരു പൂവിടും മഴയത്ത്. വെയിൽ കുറവ് മതി ഇതിന് കേട്ടോ. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ, ചീഞ്ഞു പോവും. വേനൽക്കാലത്ത് 2 നേരം നന കൊടുക്കാം. മഴക്കാലത്ത് അങ്ങനെ അധികം ഒന്നും നനയ്ക്കണ്ട. വേനൽക്കാലത്ത് വളവും കൊടുക്കാം. മഴക്കാലത്ത് വേണമെങ്കിൽ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാം. പഴയ കഞ്ഞിവെള്ളത്തിലില്ല മഞ്ഞപ്പൊടി ഇട്ട് നേർപ്പിച്ച് സ്പ്രേ ചെയ്താൽ അത് ഇല ചുരുണ്ട് ചിലതിൻ്റെ വരും. അത് ബാൾസത്തിന് അങ്ങനെ കേടൊന്നും വരികയില്ല. കേട് വന്ന ഇല ചുരുണ്ട് വന്നെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടിയിട്ട് കഞ്ഞിവെള്ളത്തിൽ മഞ്ഞപ്പൊടിയിട്ട് സ്പ്രേ ചെയ്താൽ മതി. അത് പുഴു തിന്നുന്നതെല്ലാം മാറിപ്പോക്കോളും. ചില ഇല പുഴു തിന്നുവേ. മുട്ടത്തോട് പൊടിച്ച് ഇടാം. തലപ്പ് നുള്ളുകയും ചെയ്യാം. മുട്ടത്തോട് പൊടിച്ച് ചൂട്ടിയിട്ട് കൊടുക്കാം. തലപ്പ് നുള്ളിയാൽ നല്ല ബുഷിയായിട്ട് ചെടി പടർന്ന് ധാരാളം ശിഖരങ്ങൾ പൂക്കളുണ്ടാകാൻ സഹായിക്കുന്നു. വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലേ, സോപ്പ് കലക്കി നേർപ്പിച്ചില്ലേ ചെടിയുടെ ഇലയുടെ അടിയിലൊക്കെ തളിച്ചാൽ മതി, പുഴു വരാതിരിക്കാനേ. വേനൽക്കാലത്ത് മാത്രം കരിയിലിട്ട് കൊടുക്കുക, തണുപ്പിന് വേണ്ടി. കണ്ടോ, ഞാനെല്ലാം പ്രൂൺ ചെയ്തു. മഴക്കാലത്ത് പ്രൂൺ ചെയ്താൽ പെട്ടെന്ന് വേറെ ശീലങ്ങളുണ്ടാകും, മുളച്ച് വരും. എന്നിട്ട് തലപ്പ് നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഞാൻ ഒത്തിരി തലപ്പ് ഇങ്ങനെ ഒത്തിരി ബാൾസം നട്ടുപിടിപ്പിച്ചാൽ കാണിക്കാവേ. മഴക്കാലത്ത് ഒത്തിരി എണ്ണം ഉണ്ടായിട്ടുണ്ട്, പൂവുണ്ടായി. ഇത് ഹൈബ്രിഡാണ്, മൾട്ടിപെറ്റൽ. കണ്ടോ, എല്ലായിടത്തും നട്ടുപിടിപ്പിച്ചേക്കുവാണ്. കണ്ടോ, എന്നാ നല്ല കളറാന്ന് നോക്ക്. നല്ല കളറല്ലേ കൂട്ടുകാരെ. ഇത് മൾട്ടിപെറ്റലാണ്. ഡബിൾ പെറ്റൽ നല്ല ഹൈബ്രിഡ് ബാൾസ്. റോസപ്പൂ പോലെ ഇരിക്കുവേ. കണ്ടോ, എല്ലാം നട്ട് വെച്ചേക്കുക. മഴക്കാലത്ത് നട്ടെങ്കിൽ നടന്ന് അന്ന് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ വെള്ളം ഒഴിക്കണ്ട, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ്. കണ്ടോ, ബൗളിലിട്ടും നമുക്ക് ബൗളിൽ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കാം. ഇല വെള്ളത്തിൽ മുട്ടരുത്, തണ്ട് മാത്രം മുട്ടാൻ പറ്റുള്ളൂ. ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. ചൈനീസ് ബാൾസം ഹൈബ്രിഡ്. ഇപ്പോൾ 7 കളറുണ്ട് എനിക്കിവിടെ. പെരുമ്പാവൂർ പോകുന്ന വഴിക്കെങ്ങാനോ നിങ്ങളുടെ വീണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തണ്ട് തരാം കേട്ടോ. കോതമംഗലം പോകുന്ന വഴിക്കെങ്ങാനും ആണെങ്കിൽ. എനിക്ക് അയക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. കൂട്ടുകാരെ, ഇതുകൊണ്ടോ, ഇത് നല്ല രസമല്ലേ കാണാൻ. ഇതിൻ്റെ കളറ് നല്ലല്ലേ. ഒരു ചെടിയിൽ നിന്ന് ധാരാളം ചെടികൾ ഉണ്ടാക്കാം നമുക്ക്. തണ്ട് നട്ടും തലപ്പ് നട്ടും കട്ട് ചെയ്തും കട്ടിങ്സ് നട്ട്. ഉണ്ടോ, ചുവപ്പിന് നല്ല കളറല്ലേ. ഞാനിത് ബൗളിൻ്റെ അകത്ത് വെള്ളത്തിയിട്ടേക്കുവാണ്. ഇതിന് വേര് പിടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാവേ. 7 കളറും
ഒടിച്ച് വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. ഉണ്ടോ, നല്ല ഭംഗിയില്ലേ? ഈ ഹൈബ്രിഡ് ചൈനീസ് വാൾസ് ഇത് എനിക്ക് ഒരു കളറേ ഉള്ളേ. പിന്നെ പല കളറ് പലയിടത്തുനിന്ന് കൊണ്ടുവന്ന് 7 കളറാക്കി ഇപ്പോൾ. കണ്ടോ, ചുമപ്പ്, മഞ്ഞ, വെള്ള, വയലറ്റ്, റോസ് അത് എത്രയും കളറുണ്ട്. ഓറഞ്ച് കളർ ഉണ്ടോ, എന്നാ കളറല്ലേ? ഒരു കേടുമില്ല കൂട്ടുകാരെ. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ആഴ്ച തോറും ഞാൻ സ്പ്രേ ചെയ്യുവേ. പുഴുക്കൾ വരാതെ വരാതെ എല്ലാ കേടുമൊക്കെ മാറാൻ വേണ്ടി. കണ്ടോ, മൾട്ടിപെറ്റൽ റോസപ്പൂ പോലെ തന്നെ. കണ്ടോ, എത്ര ഭംഗിയാണ് കാണല്ലേ. ഇത് കുമളിയിലുള്ള ഇടുക്കിയിലുള്ള ഒരു ആളോട് മേടിച്ചാണ്. കണ്ടോ, നല്ല രസം. എൻ്റെ കളറാന്ന് നോക്കി. ഇതൊക്കെ ഞാൻ മഴക്കാലത്ത് തലപ്പിനുള്ളിൽ നട്ട് വെച്ചാണ്. കേട്ടോ, മണ്ടി നട്ട പെട്ടെന്ന് പിടിക്കും കൂട്ടുകാരെ. ചട്ടിയിലാകുമ്പോൾ അത്ര പെട്ടെന്ന് പിടിക്കില്ല. അതിനാണോ, മണ്ണിലാകുമ്പം മഴ പെയ്യുമ്പോഴില്ലേ വെള്ളം കെട്ടിക്കിടക്കുന്നില്ലല്ലോ, അതങ്ങനെ അങ്ങ് താന്നു പോകുമല്ലോ. ചട്ടിയിലാകുമ്പം വെള്ളം കെട്ടിക്കിടക്കുകയല്ലേ. ഇതിൻ്റെ 2 കളറുണ്ട് എനിക്ക്, റോസപ്പൂ പോലെ. കണ്ടോ, ഇത് ഒരെണ്ണം ഉള്ളായിരുന്നു. ഞാനത് തലപ്പിനുള്ളിൽ നട്ട് കുറേ ആക്കി. കണ്ടോ, ഇത് വലിയ ഒരെണ്ണം. കണ്ടോ, അപ്പോൾ അത് നമുക്ക് ഒടിച്ച് വേറെ നടാം, ബുഷിയായിട്ട് നിർത്താം. നമുക്ക് കുറ്റിച്ച് നിൽക്കുന്ന കണ്ട, ബുഷിയായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കണ്ട കൂട്ടുകാരെ. ഇത് മഞ്ഞ, ഓറഞ്ച് കളറ്, റോസ് കളറ്. ഒരു കുഞ്ഞ് ശേഖരമുള്ളായിരുന്നേ. അത് ഞാൻ നട്ടിട്ട് ഇന്നും വന്ന് നോക്കും പിടിക്കുന്നുണ്ടോ എന്ന്. അധികം വെള്ളം ഒഴിച്ച് ചീഞ്ഞ് പോകും. കണ്ടോ, ഇതിങ്ങനെ ചെരിച്ച് നട്ടും നമുക്ക് ഒത്തിരി പിടിപ്പിക്കാം. കണ്ടോ, ചെരിച്ച് നട്ടേക്കുന്നുണ്ടോ. കണ്ടോ, അങ്ങനെ പടത്തി നട്ടിട്ട് കണ്ടോ മുള വന്ന്. കണ്ടോ, അങ്ങനെയാണ് നടേണ്ടത്. അതാകുമ്പോൾ പെട്ടെന്ന് കുറേയേറെ ശകരങ്ങളുണ്ടാവും. ഓരോ മുട്ടിനും കണ്ടോ ശകരങ്ങൾ വരുന്നത്. കണ്ടോ, അങ്ങനെ ധാരാളം ഉണ്ടാകും. കണ്ടോ, അടുത്ത മുട്ടിന് കണ്ടോ. ഇപ്പോഴേ എനിക്ക് മനസ്സിലായി എങ്ങനെ ചെരിച്ച് നട്ടാൽ പെട്ടെന്നുണ്ടാകുന്നു. എന്നാ നല്ല രസമായി കളർ കാണാമല്ലേ. എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴെപ്പോഴും ഇത് തന്നെയാണ് പണി. എപ്പോഴും വീഡിയോ എടുക്കുക. കളർ കാണുമ്പോൾ എനിക്ക് അത് വെറുതെ കളയാൻ തോന്നുന്നില്ല. കണ്ടോ, ഇത് ഹൈബ്രിഡ് ചൈനീസ് ബാൾസം. നല്ല വെൽവെറ്റ് പോലെ ഉണ്ടല്ലേ. എന്നും രാവിലെ ഇറങ്ങി നോക്കുക എത്ര പൂവുണ്ടെന്ന്. 3 പൂ നല്ല രസമാണ്. ഓറഞ്ച് കളർ മൾട്ടിപെറ്റൽ ഹൈബ്രിഡ് ബാൾസം. കണ്ടോ, എവിടെ ബാൾസം കണ്ടാലും ഞാൻ അവരോട് ചോദിച്ച് ഓരോ കമ്പ് കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ട് പിന്നെയും ഒടിച്ചൊടിച്ച് നട്ട് ഒത്തിരിയാക്കും. കണ്ടോ, ഒരു കേടില്ല ഇലയ്ക്കൊന്നും. കണ്ടോ,
മണ്ണി നട്ട നല്ലപോലെ പിടിക്കുകയെ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് വയലറ്റ്. ബാൾസം പിടിക്കുകയില്ലെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ ഞാൻ നോക്കിയിട്ട് മഴയത്ത് ഏറ്റവും നല്ല പിടിക്കുന്ന ബാൾസം മഴയത്താണ്. റോസയൊക്കെ കമ്പ് കണ്ടോ എന്തേരം ഞാൻ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടോ ഇവിടെ മുഴുവനും ഈ മഴക്കാലം തുടങ്ങിയപ്പം അതെല്ലാം ഓടിച്ചോടിച്ച് നട്ടതാണ്. റോസയൊക്കെ ഇത്ര പെട്ടെന്നൊന്നും പിടിക്കുകയില്ല. കണ്ടോ, റോസ് ഞാൻ മേടിച്ച് മടുത്തു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചൈനീസ് ബാൾസത്തിലോട്ട് തിരിഞ്ഞു. കണ്ടോ, ഇത് കാണാൻ എന്നെ രസമെന്നൊക്കെ. ഇത് 2ഉം 3ഉം ഒക്കെ ഒരുമിച്ചുണ്ടാകുക, അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, 2എണ്ണം കണ്ടോ. ഞാൻ ഇങ്ങനെയാണ് പ്രൂണിങ് ചെയ്തത്. കണ്ടോ, പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നത് തളിർത്ത് വരും. കണ്ടോ, ബുഷിയായിട്ട് നിൽക്കുന്നു, നല്ല കുറ്റിച്ച് നിൽക്കുന്നത് കണ്ടോ. ഇത്രയും കമ്പ് ഞാൻ പ്രൂണിങ് ചെയ്തു. ചുമപ്പ് ബാൾസം, വെള്ള കളർ ബാൾസം. ഇതെനിക്ക് 5 വർഷം മുമ്പ് ഒരു തണ്ട് കിട്ടി. ഞാനത് നട്ടിട്ട് ഒടിച്ചൊടിച്ച് നട്ട് കളയാതെ വെച്ചേക്കുക. കണ്ടോ, അവിടെയൊക്കെ ഞാൻ ഒടിച്ചു പ്രൂണിങ് ചെയ്തു. അപ്പോൾ പുതിയ ശാഖകൾ വന്നു. കണ്ടോ, ബുഷിയായിട്ട് നിർത്തുന്നത് കണ്ടോ. ഇതെന്നാ രസമാണല്ലേ, നിറയെ പെറ്റലുണ്ട്, ഇതളുകൾ നിറയെ ഉണ്ട്. അധികം പൊങ്ങിപ്പോകാതെ കണ്ട പന്തലിച്ച് നിൽക്കുന്നു, പടാർന്ന് പന്തലിച്ച്. ഇത് ഡബിൾ പെറ്റൽ, മൾട്ടി പെറ്റൽ ഹൈബ്രിഡിൻ്റെ ഞാൻ നട്ടേക്കുന്നത് കണ്ടോ. ഒടിച്ച് നട്ടു പൂവായി. ഇത് മാത്രം ഇങ്ങനെ പെട്ടെന്ന് പൂവായി വരും. 2 കളർ ഒരുമിച്ച് നട്ടേ. റോസപ്പൂ പോലെ തന്നെയല്ലേ കൂട്ടുകാരെ, ഇത് കണ്ടോ. നിറയെ ഇതളുകളുണ്ട്. ദിവസവും അതിൻ്റെ ചവിട്ടിക്കട നടന്ന് ഞാൻ നോക്കും പുഴുണ്ടോ കേടുണ്ടോ എന്നൊക്കെ. കേടുണ്ടോ അപ്പം തന്നെ മഞ്ഞളും കഞ്ഞിവെള്ളമോടെ സ്പ്രേ ചെയ്തു. മഴക്കാലത്ത് പെട്ടെന്ന് കേട് വരുവേ, അതുകൊണ്ട് നോക്കണം. കണ്ടോ, എല്ലാം ഞാൻ പ്രൂണിങ് ചെയ്തു. 2 ദിവസം കഴിയുമ്പോഴേ മുളച്ച് വരും. കണ്ടോ, ശീരങ്ങൾ മുളച്ച് വരുന്നത് കണ്ടോ, തളിർത്ത് വരുന്നത് കണ്ടോ കൂട്ടുകാരെ. ഇവിടെ എല്ലാം തളിർത്ത് കണ്ടോ, ബുഷിയായിട്ട് നിൽക്കുന്നത്. അപ്പം പടർന്ന് പന്തലിച്ച് നിറയെ ശീരങ്ങളുണ്ട്, നിറയെ പൂക്കളുണ്ടാവും. ഇത് നട്ടത് എല്ലാം മണ്ണിൽ കൊണ്ട് നട്ടേക്കുക. ഇവിടെ ഒരു ചട്ടിയിൽ എല്ലാ കളറും കൂടെ ഒരുമിച്ച് നട്ടു. അതിന് മൂടില്ലാത്ത ചട്ടിയാണ്, അതുകൊണ്ട് ഞാൻ മണ്ണിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിട്ട് അങ്ങ് നട്ടു. കണ്ടോ, നട്ട് എല്ലാം ഉണ്ടായി വരുന്നുണ്ട്. ചെരിച്ച് നട്ടു.
ഹൈബ്രിഡ് ബാൾസത്തിൻ്റെ ചൈനീസ് ബാൾസത്തിൻ്റെ പൊങ്ങിയ കമ്പങ്ങ് കട്ട് ചെയ്യണം. മഴയായതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കണ്ട, നല്ലപോലെ വളർന്നോളും. കണ്ടോ, എല്ലാം തലപ്പ് നട്ട. റോസ് കളറ്, റെഡ് കളറ്, ഇളം റോസ് കണ്ടോ, അതെല്ലാം തളർത്ത് വരുന്നുണ്ട്. അപ്പം പൊങ്ങിപ്പോകാതിരുന്നോളൂ, കേടൊന്നും വരുന്നില്ല. കണ്ടോ, എല്ലാം തളർത്തു. ഇത്ര രസം ഇത് കാണാനല്ല, റോസപ്പൂവാന്നല്ലേ തോന്നുള്ളൂ. റോസപ്പൂ പോലെ തന്നെയല്ലേ. പിന്നെ പല കളറ് ബാൾസുണ്ട്, നല്ല ഭംഗിയിൽ കാണാൻ. എല്ലാം ഇങ്ങനെ നട്ട് ഉണ്ടോ, നിറയെ പൂക്കളും മൊട്ടുമുണ്ട്. ഇനി വിത്തും ഉണ്ട്, ആ വിത്ത് പൊട്ടിയും തൈകളും ഉണ്ടാകും. കണ്ടോ, നമ്മൾ പറിക്കാൻ ചെല്ലുമ്പോഴത്തേനും വിത്ത് പൊട്ടിപ്പോവും, സൂക്ഷിച്ച് പറിക്കണം. കണ്ടോ, കാട് പോലെ നിറയെ ശീരങ്ങൾ പൊട്ടി. എത്ര കളറാന്ന് നോക്കിയേ. ഓറഞ്ച് കളറ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല മഴയത്ത് കുളിച്ച് ഇരിക്കുക. മഴയത്ത് കുളിച്ച് നിൽക്കുന്ന ചെടികളുണ്ട്. അപ്പം നമുക്ക് ഇത് പൂവിടാൻ നിറയെ പൂവിടാൻ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് നട്ടതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചേക്കുകയാണ് ഞാൻ. കളറ് കണ്ടിട്ട് എപ്പോഴും ഫോട്ടോ എടുക്കാൻ തോന്നും. ഇത് വെള്ള നല്ല ഭംഗിയല്ലേ. വെള്ള ഒരു കമ്പേ ഉള്ളായിരുന്നു, പോയ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം രാവിലെ പോയിട്ട് സ്പ്രേ ചെയ്ത് ശരിയായി. കണ്ടോ, ചെരിച്ച് നട്ട് കണ്ടോ മുളച്ച് വരുന്നു. മഴയത്ത് കുളിച്ച് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയല്ലേ. എല്ലാ ഹൈബ്രിഡും മൾട്ടിപെറ്റലും എല്ലാം പിടിക്കും കേട്ടോ. നമ്മൾ തുടരെ എന്നും വെള്ളം ഒഴിച്ചിട്ട് ചീഞ്ഞു പോകുന്നത്, അങ്ങനെ വെള്ളം ഒഴിക്കരുത്. കേട്ടോ, ഇത് 2 ഉണ്ട്. റോസപ്പൂ പോലെ തന്നെയല്ലേ, റോസപ്പൂ പോലെ തന്നെയുണ്ടല്ലേ. നല്ല തീ കളർ ബാൾസും എല്ലാം ഉണ്ട്. ഒരു സ്ഥലവും ഞാൻ കളയില്ല, എല്ലായിടത്തും ഓടിച്ചോടിച്ച് കുത്തും. വേണ്ടോ, ഇതിൻ്റെ അകത്തെല്ലാം നട്ടു വെച്ചേക്കുന്നുണ്ടോ, പല സൈസ് വാട്സപ്പ്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.